ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ദേവിയത് നിങ്ങളെല്ലാവരും കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങളിൽ എത്ര പേർക്ക് സത്യസന്ധമായിട്ട് നിങ്ങളുടെ കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പറയാൻ സാധിക്കും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് എത്രമാത്രം ടൈം ഒരു ദിവസം കൊടുക്കുന്നുണ്ട്? അവരെ ഒരു നല്ല കേൾവിക്കാരനായിട്ട് അല്ലെങ്കിൽ കേൾവിക്കാരിയായിട്ട് ഇരിക്കാറുണ്ടോ? അവരുടെ ഇമോഷൻസും ഫീലിങ്സും നിങ്ങൾ മനസ്സിലാക്കാറുണ്ടോ? അതോ തിരക്ക് പിടിച്ച ഈ ഒരു നിമിഷങ്ങളിൽ അല്ലെങ്കിൽ തിരക്ക് പിടിച്ച നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്കതിനൊന്നും സമയം കിട്ടാറില്ലേ? വെറുതെ കുട്ടികളെ സ്കൂളിൽ രാവിലെ അയക്കുന്നു, തിരിച്ചവർ വരുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവർ വീണ്ടും കിടന്നുറങ്ങുന്നു. രാവിലെ സെയിം അതേ റുട്ടീൻ തന്നെയാണോ നിങ്ങളുടെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? അതോ ദിവസത്തിൽ ഒരു അരമണിക്കൂർ സമയമെങ്കിലും അവർ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനും ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു സൊല്യൂഷൻസ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? അവരുടെ പഠന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധ ചെലുത്താൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ ഓക്കെ. ഇനി അതല്ല, നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ ഇന്ന് മുതൽ കുറച്ച് സമയമെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ടൈം കൊടുക്കണം. നമ്മൾ പലപ്പോഴും മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്തിനാണെന്നറിയും? ചെറിയ പ്രായത്തിൽ അവർ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. നമ്മൾ എവിടെയെങ്കിലും ഹോസ്പിറ്റലുകളിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, മാളുകളിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ശല്യമാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആവാം മൊബൈൽ ഫോൺ കൊടുക്കുന്നത്. ഗ്രാജുവലി അത് അവരുടെ ഒരു ഹാബിറ്റായിട്ട് മാറുകയും മൊബൈൽ ഫോൺ ഇല്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലയിലൊക്കെ കുട്ടി എത്തുകയും ചെയ്യാറുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ എത്രമാത്രം ആ കുട്ടിയുടെ ബ്രെയിനെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യാറുണ്ട്. റീൽസുകളും ഷോർട്സുകളും കാണുന്ന വഴി തലച്ചോറിലേക്ക് എത്തുന്നത് ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ്. സോ ക്ഷമ എന്നുള്ളൊരു സാധനം അവരുടെ ലൈഫിൽ നിന്ന് എന്നേക്കുമായിട്ട് തുടച്ച് നാട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോയി എന്താണ് സംസാരിക്കുന്നത്, അവരുടെ കൂട്ടുകാരൊക്കെയാണ്? ഇടയ്ക്കിടയ്ക്ക് അവരുടെ ബാഗുകളൊക്കെ ചെക്ക് ചെയ്യാറുണ്ടോ? അവരുടെ ആക്ടിവിറ്റീസുകൾ എന്താണ്? ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്രദ്ധ വളരെ കുറവാണ്, ക്ഷമയും കുറവാണ്. എന്താണ്? ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. നമ്മൾ അവരുടെ വളർച്ചാ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, എങ്ങനെയൊക്കെ അവരോട് ബിഹേവ് ചെയ്യുന്നു എന്നനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള അവരുടെ ലൈഫും. ഇന്ന് അവരുടെ പേഴ്സണാലിറ്റി രൂപീകരിക്കുന്നത് പോലും നമ്മളുടെ ബാഹ്യമായിട്ടുള്ള ഇടപെടലുകളും അതിനൊരു കാരണമാകുന്നുണ്ട്. സോ ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ ശ്രമിക്കണം. കാരണം മിക്ക കുട്ടികളും സ്കൂളിൽ സംസാരിക്കുന്നത് തന്നെ സോഷ്യൽ മീഡിയയിലെ പല ഇൻസിഡൻസും പല റീൽസും ഷോർട്സിനെ കുറിച്ചൊക്കെയാണ്. അത് വീട്ടിൽ വന്നിട്ട് അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ധാരാളമുണ്ട്. അതുമാത്രമല്ല, അവരുടെ സ്വഭാവത്തെ ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരുടെ നേച്ചറെ ബാധിക്കുന്ന തരത്തിൽ വരെ റീൽസും ഷോർട്സുകളും അവരെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് മുതൽ നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുക. ഇതിനുവേണ്ടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുട്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ വിഡ്രോവൽസുകളോ അല്ലെങ്കിൽ ദേഷ്യം, വാശി, ശാഠ്യം പിടിക്കുക, ആൻസൈറ്റി ഒന്നും മിണ്ടാതെ ഒരു മുറിയിൽ തന്നെ അടച്ചു കുത്തിയിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുക, ബാക്ക് ആൻസേഴ്സ് പറയുക, പഠിത്തത്തിൽ ശ്രദ്ധയില്ലാതിരിക്കുക, ഏകാഗ്രതയില്ലാതിരിക്കുക, മെമ്മറി ലോസ് ഉണ്ടാകുക, ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കൗൺസിലിങ്ങോ ഗൈഡൻസോ മോട്ടിവേഷനോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ ഇഗ്നോർ ചെയ്യാറുണ്ട്. അവരുടെ സ്വഭാവം ഇന്ന് ശരിയാകും, നാളെ ശരിയാകും എന്നൊക്കെ നമ്മൾ കരുതാറുണ്ടല്ലേ. നമ്മളത് എത്ര കാലം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, എൻ്റെ കുഞ്ഞിനൊരു മാറ്റം ഉണ്ടാവും, അവൻ നേരെയാകും എന്നൊക്കെ. ഒന്ന് ഓർക്കുക, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക. നമ്മുടെ കുട്ടികൾ പലപ്പോഴും അച്ഛനമ്മമാരടുത്തോ അല്ലെങ്കിൽ നമ്മുടെ കസിൻസിനടുത്തോ റിലേറ്റീവ്സിനടുത്തോ ഒന്നും മനസ്സ് തുറക്കണമെന്നില്ല. അവരെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവരെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതവരുടെ മൊത്തത്തിലുള്ള പഠനത്തെ വരെ ബാധിച്ചു തുടങ്ങുകയും ചെയ്യും. കടക്കൽ കൊണ്ട് വളം വയ്ക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് നമ്മൾ ആദ്യമേ തന്നെ എന്തെങ്കിലും ചെയ്യുന്നതല്ലേ. കുഞ്ഞുങ്ങൾ ഒരിക്കലും അവരുടെ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് അവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാറില്ല, ടീച്ചേഴ്സുമായിട്ടും.
അപ്പോൾ അവർക്ക് ആവശ്യം ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു കൗൺസിലറാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഗൈഡൻസുകളോ മോട്ടിവേഷൻസോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഐ ക്യാൻ ഹെൽപ്പ് യു. ഇന്ന് ചിന്തിക്കുക നാളേക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി. നിങ്ങളൊരു ആക്ഷൻ എടുക്കൂ.